നമ്മുടെ മജ്ലിസ്, ഇന്ന് നമ്മൾ ഈ മജ്ലിസിന് നൽകിയിട്ടുള്ള ടൈറ്റിൽ എന്നത് ഇഷ്ക് മജ്ലിസ് എന്നാണ്. ഇത് കേവലമായൊരു പ്രഭാഷണമല്ല. ഇതിങ്ങനെ ഒരാൾ സംസാരിക്കുക, കുറേ ആളുകൾ അത് കേട്ട് എഴുന്നേറ്റ് പോവുക എന്നതിലപ്പുറം നമ്മുടെ ഈമാനിൻ്റെ അടിത്തറയായ വിശ്വാസത്തിൻ്റെ സുഗന്ധമായ പുണ്യപ്രവാചകരോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് ഈ ഒരുമിച്ച് കൂടലിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഈ വിശുദ്ധമായ സദസ്സിൽ കേവലമായൊരു പ്രഭാഷണം കേൾക്കുന്ന പോലെ നിങ്ങളിരിക്കരുത്. ഇവിടെ പറയുന്നവരില്ല, കേൾക്കുന്നവരില്ല. കൽബ് കൊണ്ടുള്ള ഹൃദയത്തിലേക്കുള്ള സംവേദനം മാത്രമാണ്. ഈ പ്രഭാഷണത്തിൻ്റെ ഭംഗിയോ അതിൻ്റെ ആകർഷണീയതയോ ഒന്നുമല്ല നമ്മെ ഇവിടെ പിടിച്ചിരുത്തുന്ന ഘടകം. ഇത് പറയുന്നത് ആരെക്കുറിച്ചാണ് എന്ന ഒരേ ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പുരുഷായുസ്സ് മുഴുവൻ ഈ ഉമ്മത്തിന് വേണ്ടി ഒഴിഞ്ഞുവച്ച, സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഈ ഉമ്മത്തിനെ മാത്രമോർത്ത ഒരേ ഒരു നേതാവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ മാത്രമാണ്. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും, ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം. अपने प्यारे नवासों का सदका या नबी मेरे झोली में डालो. ഒരു മനുഷ്യൻ മദീനയിലെ വഴികളിലൂടെ പാതിരാത്രിയിൽ നടന്നു പോവുകയാണെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നൊരു തേങ്ങൽ കേൾക്കാം. ഹഫ്സ ബീവിയുടെ വീട്ടിൽ നിന്ന് പതിഞ്ഞ ശബ്ദത്തിലുള്ള ഒരു തേങ്ങൽ ആ മനുഷ്യന് കേൾക്കാം. ജനങ്ങളെല്ലാവരും കിടന്നുറങ്ങുന്ന ആ രാത്രിയിൽ ലോകത്തിൻ്റെ നായകർ സുജൂദിലാണ്. ആ സുജൂദിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിച്ചു നിന്ന് നെറ്റിത്തടം ഭൂമിയിൽ തട്ടിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മത്തി എന്നാണ്. അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തിനെ നീ ഏറ്റെടുക്കുമോ തമ്പുരാനെ? എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കുമോ റബ്ബേ? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. എൻ്റെ ഉമ്മത്തിനെ നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് കരഞ്ഞ് പാതിരാത്രികൾ ഉറക്കമിളച്ച നമ്മുടെ നേതാവിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേതാക്കളില്ല, ഒരേ ഒരു നേതാവ് മാത്രം. ഒരുപാട് ആചാര്യന്മാർക്കിടയിലെ ഒരാചാര്യനല്ല, ഒരേ ഒരാചാര്യൻ. നമ്മുടെ കൈപിടിക്കാനുള്ള ഒരേ ഒരു രക്ഷകൻ, സകല അമ്പിയാക്കളുടെയും നേതാവായി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖത്മെ റസൂൽ മക്കി മദനി, അല്ലയോ പ്രവാചകന്മാരുടെ അന്ത്യമായി കടന്നു വന്ന തിരുദൂതരെ, അങ്ങയെപ്പോലെ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഇനി ആരാണുള്ളത്? ഖത്മെ റസൂൽ മക്കി മദനി कौनैन में तुम सा कोई नहीं ख़त्म रुसूल मक्की मदनी कौनैन में तुम सा कोई नहीं. അല്ലയോ നൂറേ മുജസ്സമായ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രകാശത്താൽ പടക്കപ്പെട്ടവരെ, വെളിച്ചത്തെ മനുഷ്യരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തപ്പെട്ട തിരുദൂതരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അങ്ങയെപ്പോലെ ഒരാളുമില്ലല്ലോ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐ ഖത്മെ റസൂൽ മക്കി മദനി, ഐ ഖത്മെ റസൂൽ മക്കി മദനി कौनैन में तुम सा कोई नहीं. नूर मुजस्सम तेरे सिवा, नूर मुजस्सम तेरे सिवा, महबूब खुदा का कोई नहीं. അള്ളാഹുവിൻ്റെ പടപ്പുകളെല്ലാം
സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അള്ളാഹു അവൻ്റെ സൃഷ്ടിജാലങ്ങളെയെല്ലാം ലോകത്ത് സംവിധാനിക്കുന്നതിൻ്റെ മുമ്പ് സകല പ്രകാശങ്ങളുടെയും ഉറവിടമായി പടച്ചത് അങ്ങയെയാണല്ലോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ആദം നബിയില്ല അലൈഹി സ്വലാത്തു വസ്സലാം, അന്ന് ജിബ്രീലില്ല അലൈഹി സ്വലാത്തു വസ്സലാം, അന്ന് സ്വർഗവുമില്ല നരകവുമില്ല ആകാശഭൂമികളില്ല, അന്ന് ലൗഹമില്ല കലമുമില്ല അർശുമില്ല കുർസിയുമില്ല. എല്ലാറ്റിനും അടിസ്ഥാനമായി അള്ളാഹു പടച്ച ഒരേ ഒരു പ്രകാശമാണങ്ങ് യാ റസൂലല്ലാഹ്.